Degree second semester BA Sociology Module 1 Part 1 Features of Indian Society. നമ്മൾ ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ സൊസൈറ്റിയുടെ പലവിധ പ്രത്യേകതകളെ കുറിച്ചാണ്. ഇന്ത്യൻ സൊസൈറ്റി പല കാലങ്ങളിലും പല സ്കോളേഴ്സും പഠിച്ചെടുത്ത രൂപങ്ങളും അവരുടെ വാദങ്ങളും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഈ മൊഡ്യൂളിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്രോച്ച് ടു സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി. ഒരു ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്കുള്ള സമീപനങ്ങളെക്കുറിച്ചാണ് ഇതിലൂടെ പറയുന്നത്. സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എല്ലാ സാമൂഹ്യശാസ്ത്രജ്ഞരും ഒരേ നിലപാടല്ല പുലർത്തുന്നത്. പല ആളുകളും ഓരോ സമൂഹത്തെ പല പണ്ഡിതന്മാരും നോക്കിക്കാണുന്നത് വ്യത്യസ്ത കോണുകളിലൂടെയാണ്. ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടുകളുണ്ടാവും, സ്വാഭാവികമാണ്. പല സാമൂഹ്യശാസ്ത്രജ്ഞരും സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിട്ടാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. സാമൂഹിക സംവാദങ്ങളെയും പ്രതിഭാസങ്ങളെയും വിശകലനം ചെയ്യാൻ ഓരോ സാമൂഹ്യശാസ്ത്രജ്ഞരും വ്യത്യസ്തമായ വീക്ഷണങ്ങളെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ സമൂഹത്തെ അവലോകനം ചെയ്യാൻ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ച സമീപനങ്ങളെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പല സമൂഹത്തെക്കുറിച്ചും പണ്ട് സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ സോഷ്യോളജിസ്റ്റുകൾ പഠിക്കാൻ ഉപയോഗിച്ചത് വ്യത്യസ്ത മെത്തേഡുകളാണ്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിച്ച വിവിധ തരം മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ഈ ഒരു മൊഡ്യൂളിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ നാഗരികത എന്നുള്ളത്, ഇന്ത്യൻ കൾച്ചർ ഒരുപാട് വൈവിധ്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇന്ത്യൻ കൾച്ചർ എങ്ങനെയൊക്കെയാണ് സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ പഠിച്ചെടുത്തത്, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച മെത്തേഡുകളൊക്കെ എന്തൊക്കെയാണ് എന്നെല്ലാമാണ് ഈ ഒരു അധ്യായത്തിലൂടെ, ഈ ഒരു മൊഡ്യൂളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോഷ്യോളജിക്കൽ അപ്രോച്ച്. എന്താണ് ഈ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? അപ്രോച്ച് എന്ന വാക്കിൽ പ്രധാനമായി രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്: മെത്തേഡ്, ഡയറക്ഷൻ. സാമൂഹികമായിട്ടുള്ള സമീപനം. സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്നുള്ളത് പറയുമ്പോൾ ഒരു സമീപനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മെത്തേഡ്, മറ്റൊന്ന് ഡയറക്ഷൻ. എന്താണ് മെത്തേഡ്? മെത്തേഡ് എന്നാൽ തൻ്റെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുയോജ്യമായ രീതിയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് മെത്തേഡ്. നമ്മൾ ഏത് രൂപത്തിലാണ്, ഏത് രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്, അതാണ് രീതി. ആ ശൈലി ഏതടിസ്ഥാനത്തിൽ, ഏതൊക്കെ അടിസ്ഥാനമാക്കി, ഏതൊക്കെയാണ് നമ്മുടെ പഠന ഏരിയയിൽ വരുന്നത്, ഏതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നെല്ലാം നോക്കുന്നതിനെയാണ് മെത്തേഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്ഷൻ. സാമൂഹ്യശാസ്ത്ര ശേഖരണങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ തൻ്റെ പഠനത്തിന് ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ്, ഇതാണ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരാൾ ഒരു പഠനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്ക് എന്തായാലും ഒരു ലക്ഷ്യമുണ്ടാവും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇദ്ദേഹം പലവിധ കാര്യങ്ങളുടെയും പലവിധ ശൈലികളും സ്വീകരിച്ച് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തെയാണ് നമ്മൾ ഡയറക്ഷൻ എന്നുള്ള ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സാമൂഹ്യശാസ്ത്രജ്ഞൻ എങ്ങനെയാണ് സാമൂഹിക പ്രതിഭാസങ്ങളെ നോക്കിക്കാണുന്നത് എന്നും, എങ്ങനെയാണ് സാമൂഹിക വസ്തുതകളെ ശേഖരിക്കുന്നതും വിശകലനം ചെയ്യുന്നതെന്നും, ആ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ വിവിധ സമൂഹങ്ങളെ പലതരത്തിലാണ് നോക്കിക്കണ്ടെത്തുന്നത്. അങ്ങനെ അവരുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരൊരു കൺക്ലൂഷനിലെത്താൻ സാധിക്കും. അങ്ങനെ അവരുടെ പഠനങ്ങൾ വഴി എങ്ങനെയാണ് അവർ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്, ഒരു വിശകലനത്തിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള പഠനത്തെയാണ് സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്.
പല സാമൂഹ്യശാസ്ത്രജ്ഞന്മാരും പല രീതികളിലൂടെയാണ് സമൂഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. പല രീതികളിലൂടെ പഠിച്ചെടുക്കുമ്പോൾ അവരുടെ കണ്ടെത്തലുകളും പല വിധത്തിലായിത്തീരും. അപ്പോൾ ഓരോ സാമൂഹ്യശാസ്ത്രജ്ഞനും സഞ്ചരിച്ച വഴിയും അവസാനം അവരെത്തിച്ചേർന്ന നിഗമനങ്ങളും വിശകലനങ്ങളും ഏത് രൂപത്തിലായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു അവരുടെ പഠനങ്ങളും അവർക്ക് ആ വിഷയം പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അവരെങ്ങനെയാണ് ശേഖരിച്ചത് എന്നും ഏതൊക്കെ രൂപത്തിലുള്ള വിവരശേഖരണങ്ങളാണ് അവർ നടത്തിയത്. ഇപ്പോൾ പല രീതിയിലും ഫീൽഡ് വർക്ക് വഴി നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. അതേപോലെ ടെക്സ്റ്റ് വഴി, ബുക്ക് വഴി, ബുക്ക് വ്യൂ ഉണ്ടാവും. ധാരാളം പുസ്തകങ്ങൾ വായിച്ച് അന്നത്തെ രചനകൾ വായിച്ച് കണ്ടെത്തുന്ന ഒരുപാട് ആളുകൾ. അതേപോലെ ഫീൽഡ് സ്റ്റഡി, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ അവിടങ്ങളിൽ സന്ദർശിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിക്കുന്ന രീതി. അങ്ങനെ പല രീതികളുമുണ്ട് സാമൂഹ്യശാസ്ത്രജ്ഞർക്ക്. വിവിധ സമൂഹങ്ങളെക്കുറിച്ച് പഠിച്ചത് വിവിധ രീതിയിലാണ്. അതിന് വിവിധ രീതിയിൽ പഠിക്കുമ്പോൾ അവർ എത്തിച്ചേരുന്ന ഒരു വിശകലനങ്ങളുണ്ടാവും. അങ്ങനെ എങ്ങനെയാണ് അവരുടേതായ വിശകലനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി പഠിക്കുന്നതിനെയാണ് സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡോളജിക്കൽ അപ്രോച്ച്, സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച്, മാർക്സിയൻ അപ്രോച്ച് എന്നിവയാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ തരം ഇതുപോലെ വിശകലന രീതികളെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മൊഡ്യൂളിൽ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്ന അപ്രോച്ചുകളാണ്: ഒന്ന് ഇൻഡോളജിക്കൽ അപ്രോച്ച്, മറ്റൊന്ന് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച്, മറ്റൊന്ന് മാർക്സിയൻ അപ്രോച്ച്. ഇങ്ങനെ ഈ ഒരു 3 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഈ ഒരു മൊഡ്യൂളിലൂടെ ചർച്ച ചെയ്യുന്ന സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറയും. എന്നാൽ എന്താണ് ഇൻഡോളജിക്കൽ അപ്രോച്ച്? ഇൻഡോളജിക്കൽ അപ്രോച്ച് ഇന്ത്യയിലെ പ്രാദേശികമായി രചിക്കപ്പെട്ട പൗരാണിക ഗ്രന്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന സമീപനത്തെയാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഹിന്ദു ജീവിത രീതിക്കും സാംസ്കാരിക മാതൃകകൾക്കുമാണ് ഈ സമീപനം പ്രാധാന്യം നൽകുന്നത്. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട പുണ്യഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു ജീവിത രീതിയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് ഈ സമീപനത്തിൽ. ഇൻഡോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പൗരാണികമായി രചിക്കപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ വേദങ്ങളെപ്പോലെ ഒരുപാട് പുരാണങ്ങളുണ്ട്. ഇതൊക്കെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന സമീപനത്തെയാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച് പറയുന്നത്. ഇത് പ്രധാനമായും നമുക്ക് ബുക്ക് വ്യൂ എന്ന് പറയാം. ബുക്കുകൾ അടിസ്ഥാനമാക്കി, ടെക്സ്റ്റുകൾ അടിസ്ഥാനമാക്കി പഠിക്കുന്ന ഈ രീതിയെ ബുക്ക് വ്യൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹിന്ദു വേ ഓഫ് ലൈഫ്, ഹിന്ദു ജീവിത രീതിക്കാണ് ഇതിൽ പ്രാധാന്യം നൽകുന്നത്. ഏറെക്കാലം ഇന്ത്യയിൽ ജനകീയമായി നിന്ന ഭാഷയാണ് സംസ്കൃതം. അധികാര പുണ്യഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് സംസ്കൃതത്തിലാണ്. സംസ്കൃതത്തിന് പുറമെ പാലി, പ്രാകൃതം എന്നീ ഭാഷകളും ഇവിടെ നിലനിന്നിരുന്നു. വേദങ്ങൾക്ക് പുറമെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ധർമ്മസൂത്രങ്ങൾ എന്നിങ്ങനെ നിരവധി സാഹിത്യങ്ങൾ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ടെക്സ്റ്റുകൾ വ്യൂ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യേണ്ട ഒരു ഏരിയയാണ് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റുകൾ. പണ്ട് കാലങ്ങളിൽ അന്നത്തെ ഹിന്ദു വേ ഓഫ് ലൈഫിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന ഒന്നായിരുന്നു അന്നത്തെ ടെക്സ്റ്റുകൾ, അന്നത്തെ വിശ്വാസങ്ങൾ. അപ്പോൾ അതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രധാനമായും ഇൻഡോളജിക്കൽ അപ്രോച്ച് നടക്കുന്നത്. ഇൻഡോളജിക്കൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ശാസ്ത്രം എന്നാണ്. ഇന്ത്യൻ നാഗരികതയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സങ്കല്പങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കുകയാണ് ഈ വീക്ഷണത്തിൽ ചെയ്യുന്നത്. ഇൻഡോളജിക്കൽ അപ്രോച്ച് എന്നുള്ള ടേം തന്നെ വന്നത് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിനെയാണ്. നമ്മൾ പറഞ്ഞു ഇൻഡോളജിക്കൽ അപ്രോച്ച് പ്രധാനമായും സ്വീകരിക്കുന്നത് ബുക്ക് വ്യൂ ആണ്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ
ഇന്ത്യൻ സമൂഹത്തിൻ്റെ ശാസ്ത്രം എന്നാണ് ഇൻഡോളജിക്കൽ എന്നുള്ള ടേം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. സർ വില്യം ജോൺ ആണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാണ് ഇൻഡോളജി എന്ന ശാസ്ത്രശാഖ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇദ്ദേഹമാണ് ആദ്യമായി ഇൻഡോളജി എന്നുള്ളൊരു സങ്കല്പം ഇന്ത്യ കൊണ്ടുവരുന്നത്. സർ വില്യം ജോൺ എന്നുള്ളതാണ്. അദ്ദേഹമാണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്. ഇത് സ്ഥാപിക്കൽ വഴിയാണ് ഇന്ത്യയെക്കുറിച്ചുള്ള പഠനത്തിന് ഇൻഡോളജി എന്നുള്ളൊരു ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള പഠിക്കുന്നൊരു സാമൂഹ്യ ശാസ്ത്രശാഖ ഉയർന്നു വരുന്നത്. ഈ സ്ഥാപനത്തിൽ സംസ്കൃതത്തിൻ്റെയും ഇൻഡോളജിയുടെയും 2 വിഭാഗങ്ങൾ അദ്ദേഹം ആരംഭിച്ചതോടെ അക്കാഡമിക് മേഖലയിൽ ഇൻഡോളജി അറിയപ്പെട്ടു തുടങ്ങി. അദ്ദേഹം അന്ന് 1754 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചപ്പോൾ അന്ന് ആരംഭിച്ചതായിരുന്നു സംസ്കൃതം ഇൻഡോളജിയും 2 വിഭാഗങ്ങൾ. അതോടുകൂടിയാണ് ഈ അക്കാഡമിക് മേഖലയിൽ ഇൻഡോളജി ചർച്ച ചെയ്തു തുടങ്ങിയത്. അനേകം വിദേശ പണ്ഡിതന്മാർ ഇൻഡോളജിക്കൽ സമീപനത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ജർമ്മൻ ചിന്തകനായ മാക്സ് മുള്ളർ, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ റിനോ, അമേരിക്കൻ തത്വശാസ്ത്രജ്ഞനായ ക്യാമ്പൻ എന്നിവർ ഇതിലെ ഉദാഹരണങ്ങളാണ്. ഈ ഒരു 1754 ഈ ഒരു ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത് വഴി ഒരുപാട് വിദേശ പണ്ഡിതന്മാർക്കൊക്കെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള പഠിക്കാനുള്ള അവസരങ്ങൾ വരികയുണ്ടായി. ഇൻഡോളജിക്കൽ അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് വിലയിരുത്തിയ ഇന്ത്യൻ സാമൂഹ്യ ശാസ്ത്രജ്ഞർ താഴെ പറയുന്നു. CH ഗുര്യ, RK മുഖർജി തുടങ്ങിയുള്ള പണ്ഡിതന്മാരാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച് ഉപയോഗിച്ച് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിച്ചെടുത്തിട്ടുള്ള ആളുകൾ. ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിൽ ഇൻഡോളജിക്കൽ അപ്രോച്ചിലൂടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ ആഴത്തിൽ പഠിച്ചൊരു വ്യക്തിയാണ് CH ഗുര്യ എന്നുള്ളത്. അദ്ദേഹം സംസ്കൃതത്തിലൊക്കെ ആഴമേറിയ അറിവുള്ള പണ്ഡിതനായതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ അദ്ദേഹത്തിന് നല്ല അവഗാഹമുണ്ടായിരുന്നു. ഇന്ത്യൻ സാംസ്കാരിക ജീവിതത്തെ പഠനവിധേയമാക്കിയപ്പോൾ വേദങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും അദ്ദേഹം ധാരാളം ഉദ്ധരിക്കുകയുണ്ടായി. ജാതിയെക്കുറിച്ചും ഗോത്ര സമൂഹങ്ങളെക്കുറിച്ച് കൃത്യമായ വിശദീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിലുണ്ട്. നമുക്ക് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിവിധ ട്രൈബുകളെക്കുറിച്ചൊക്കെ ഉള്ള പഠനത്തിന് ഏറെ ഉപകാരപ്രദമായ കണ്ടെത്തലുകളും വിശകലനങ്ങളൊക്കെ നമുക്ക് CH ഗുര്യയുടെ ടെക്സ്റ്റുകളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അദ്ദേഹത്തിന് ഈ സംസ്കൃതത്തിൽ നല്ല അവഗാഹമുണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിലൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളിലുമൊക്കെ ധാരാളം സംസ്കൃതത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംസ്കൃതത്തിൽ നിന്നുള്ള വേദങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും അദ്ദേഹം ധാരാളം ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയിട്ടുള്ള ഫ്രഞ്ച് നരവംശ ശാസ്ത്രജ്ഞനാണ് ലൂയിസ് ഡുമോൺഷ്. ഇന്ത്യൻ വംശത്തെക്കുറിച്ച് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം, ലൂയിസ് ഡുമോണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഹോമോ ഹെറാർക്കിയസ് എന്നുള്ള ടെക്സ്റ്റ്. ദി കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. അദ്ദേഹത്തിന് വേറെയും ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ. റിലീജിയസ് പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഇൻ ഇന്ത്യ, കളക്റ്റഡ് പേപ്പേഴ്സ് ഇൻ ഇന്ത്യൻ സോഷ്യോളജി 1970 രചിച്ച പുസ്തകമായിരുന്നു. അതേപോലെ ഹോമോ ആക്ച്വലിസ്, അതേപോലെ അങ്ങനെ വിവിധ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയ അദ്ദേഹത്തിൻ്റെ പല കണ്ടെത്തലുകളും പലവിധ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചും അതേപോലെ കൺസെപ്റ്റ് ഓഫ് പ്യുവർ ആൻഡ് ഇംപ്യുവർ, തിയറി ഓഫ് വർണ്ണ,
എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദമായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ വിവിധ തരം ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ പ്രധാനമായും ചർച്ച ചെയ്തത് ഇൻഡോളജിക്കൽ അപ്രോച്ചിനെ കുറിച്ചാണ്. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച് എന്നുകൊണ്ട് പറയുക എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അതുപോലെ ഇൻഡോളജിക്കൽ അപ്രോച്ച് പ്രധാനമായും സ്വീകരിക്കുന്ന മെത്തേഡ് എന്നുള്ളത് ടെക്സ്റ്റ് ബേസ്ഡുള്ള പഠനത്തെയാണ്. ടെക്സ്റ്റ് ബേസ് ചെയ്ത് പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്ര ശാഖയായിട്ടാണ് ഇൻഡോളജിക്കൽ അപ്രോച്ചിനെ കണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു വെരി മച്ച്.